നമസ്കാരം. ഏഴംകുളത്ത് നിന്ന് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച കവിയും എഴുത്തുകാരനും അഭിനേതാവും ജനസമ്മതനുമായ ശ്രീ ബാബു ജോൺ സാറിനോടൊപ്പം ഏഴംകുളത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കവികൾ ഒത്തുചേർന്ന ഒരു സായാഹ്നമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു പ്രചരണ പത്രിക പോലും ഇറക്കാതെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ലേഖനങ്ങൾ മാത്രം ഉപയോഗിച്ച് പ്രചരണം നടത്തി വിജയിച്ച ശ്രീ ബാബു ജോൺ സാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ചെരുപ്പ് പോലും ധരിക്കാതെ നടന്ന് വീട് വീടാന്തരം കയറി വോട്ടുകൾ ചോദിച്ച് വിജയിച്ച ജനസമ്മതനായ പ്രിയ നേതാവും കവിയുമായ ശ്രീ ബാബു ജോൺ സാറിനോടൊപ്പം ഏഴംകുളത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള മനോഹരമായ ഒരു സായാഹ്നം. ഏവർക്കും സ്വാഗതം. നമ്മള് വീടുകളിൽ ഇറക്കിയ ഒരു നോട്ടീസ്, വീടുകളിൽ കൊടുത്തൊരു നോട്ടീസിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഒന്ന് പ്രിയപ്പെട്ട SRC, ഒന്ന് പറക്കോട് ഉണ്ണികൃഷ്ണൻ, ഒന്ന് അനിൽ പള്ളിക്കൽ, ഒന്ന് അടൂർ സുദർശൻ. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരുടെയും പേരെൻ്റെ അത്. പിന്നെ എനിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടാതിരിക്കുമോ? സുജിതയുടെ ഈ പറഞ്ഞ പോലെയാണ് പരിചയപ്പെടുന്നത്. പക്ഷെ സുജിതയുടെ ആ കവിതാ പുസ്തകം വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമായിരുന്നു. അത് ആ പുസ്തകമേളയിൽ കുറെ പുസ്തകങ്ങൾ അവിടെ വിൽപ്പന നടത്തി അങ്ങനെ ഒരു കവിതാ രംഗത്ത് നിൽക്കുന്ന ഒരാളെ സഹായിക്കാൻ ആ പുസ്തകം, അതാണ് ആ പുസ്തകമേള കൊണ്ട് ഉദ്ദേശിച്ചത്. രാത്രിയിൽ ഭദ്രമായുള്ള ജീവനുഭീതിയായി നിദ്രയിന്നെന്റെ കണ്ണു പൊത്തിയിടുമ്പോൾ വ്യക്തമായുള്ള ചിത്രം പ്രകാശിച്ചു. മട്ടുമാറുമാ ശാന്തിതൻ രാത്രിയിൽ ഭദ്രമായുള്ള ജീവനുഭീതിയായി തച്ച കെട്ടിയ മാറിലോരിത്തിരി മുത്തുപോലോരോ ദുഃഖം തിനിഞ്ഞുടൻ നീളുമേകാകിയായോരഴികളിൽ ഉപ്പു വീണു തുരുമ്പു തുടച്ചതാ. ചുണ്ടുചൂടിൽ വരണ്ടു വിങ്ങുന്നൊരു വണ്ടുപോലെ അലഞ്ഞു നടക്കുവാൻ വിണ്ടുകീറിയ വിസ്മൃതിക്കുണ്ടൊരു ചെണ്ടുപോലെ മുരടിച്ച വാക്കുകൾ. പ്രവൃത്തികൾ ക്രമീകരിക്കാനും വേണ്ടി കൂടി ഉള്ളതായിരുന്നു. അതേസമയം ഓരോ വാർത്ത വരുമ്പോഴും സമയത്രയായി, ഓരോ പ്രോഗ്രാം വരുമ്പോഴും സമയത്രയായെന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയ ഒരു സംവിധാനമാണ്. പിന്നെ അതില് സമയം എനിക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ നമ്മുടെ സമയം ഒട്ടും പാലിക്കാത്ത നമ്മുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ ഞാൻ മാത്രം സമയം കീപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല.
എന്റെ അടുത്ത സുഹൃത്താണ് നമ്മുടെ സതീഷ്. 4 എന്ന് പറഞ്ഞാൽ 5 അല്ല. ചെങ്കോട്ടയിൽ ദേശീയ പതാകയോടൊപ്പം കർഷകർ പോയി ഈ പതാക ഉയർത്തിയ ദിവസമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം എന്തിനാണ് കർഷകർ അവിടെ 2 മാസവും 3 ദിവസവുമായി ഈ മരം കോച്ചുന്ന മഞ്ഞത്ത് അവിടെ ഇരിക്കുകയും ഈ സമരം ചെയ്യുകയൊക്കെ ചെയ്ത് എന്തിനാണെന്ന് അവര് എല്ലാ വിലക്കുകളും ലംഘിച്ച് ഡൽഹിയിൽ വരികയും അവിടെ പതാക ഉയർത്തി. അപ്പോൾ ഇന്നത്തെ ദിവസമെങ്കിലും നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിൽ പിന്നെന്താണ് പറയുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും സാഹിത്യത്തോടൊപ്പം അല്പം രാഷ്ട്രീയവും പറഞ്ഞു വേണം മുന്നോട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. നമസ്കാരം. ഈ ബാബുജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എനിക്ക് തോന്നിയത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച രാഷ്ട്രീയമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ വലതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഇതിന്റെ രണ്ടിനും നടുക്കുള്ള പക്ഷത്തിന്റെയാണ്. 969 വോട്ടുകൾ അല്ലേ? 969 വോട്ടുകൾ മൊത്തം. കുല വെട്ടിക്കഴിഞ്ഞാൽ പിന്നത് വാഴാതിരിക്കയാൽ വാഴയെന്ന പേരതിന് വന്നതാകുമോ? കാട്ടാൻ. ഇതൊക്കെ ഈ കുട്ടികളുടെ മാസികയിലും മാതൃഭൂമിയുടെ വിദ്യയിലും ബാലഭൂമിയിലും മയിൽപ്പീലുകളും ഒക്കെ വരുന്ന കഥകളാണ്. കാട്ടാൻ. കാട്ടാനക്കൂട്ടവൻ നാട്ടിലെത്തി കാട്ടാവുന്ന അത്രയും നാശം കാട്ടി. പാട്ടകൾ കൊട്ടി പടക്കം പൊട്ടി ചാട്ടി ഓടിക്കാൻ ശ്രമിച്ചു നോക്കി. ഒട്ടുമേ പേടിയില്ലൊറ്റയെണ്ണം വിട്ടങ്ങു പോകുവാൻ ഭാവമില്ല. നാട്ടുകാരൊക്കെയും കൂട്ടമായി ചിന്തിച്ചിനി എന്തു കാട്ടാന. നാട്ടുകാരൊക്കെയും കൂട്ടമായി ചിന്തിച്ചു ഇനി എന്ത് കാട്ടാന. കാറ്. മാനത്തൂടൊരു കാറ് പോയി മണ്ണാക വെള്ളം തെറിപ്പിച്ച്. താഴത്തൂടൊരു കാറ് പോയി മേലാകെ ചള്ള തെറിപ്പിച്ച്. അന്നേരം കാറുവാനല്ലാതെ മാറാൻ എനിക്കു കഴിഞ്ഞില്ല. മാനത്തൂടൊരു കാറ് പോയി മണ്ണാകെ വെള്ളം തെറിപ്പിച്ച്. താഴത്തൂടൊരു കാറ് പോയി മേലാകെ ചള്ള തെറിപ്പിച്ച്. അന്നേരം കാറുവാനല്ലാതെ മാറാൻ എനിക്കു കഴിഞ്ഞില്ല. ഒരു കവിതയോടെ ചൊല്ലി നിർത്താമെന്ന് വിചാരിച്ചു. തൊട്ടാവാടി. തൊട്ടാൽ വാടുകയല്ല ഞാൻ, തൊട്ടാൽ തൊഴുകയാണ് ഞാൻ. കിട്ടിയ സ്പർശനദോഷത്താൽ കാട്ടുകയാണെൻ്റെ നന്ദി ഞാൻ. നമ്മൾ ആ നിസ്സാരമായ ആ ചെടിയെ തൊടുമ്പോൾ എന്നെ തൊട്ടല്ലോ. സാറിന് നമ്മളൊക്കെ താമരപ്പൂവും റോസാപ്പൂവും ഒക്കെ എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിനെ തൊട്ടതിൽ അതിനുള്ള സന്തോഷം കൊണ്ട് നമ്മളെ തൊഴുകയായിരിക്കാം. നമസ്കാരം. വോട്ട് തരാം എന്നല്ല അത്. പക്ഷെ ഇവിടെ പല വീടുകളിലും ചെന്നപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വെറുതെ വെയിൽ കൊണ്ട് നടക്കുവാണ്, വെറുതെ എന്തിനാ ഇങ്ങനെ വെയിൽ കൊള്ളുന്നേ, സാറ് ജയിക്കുമെന്ന് ഉറപ്പ് അവരെല്ലാം നമുക്ക് തന്നിട്ടാണ് വിട്ടത്. അത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോഴും അത് അങ്ങനെ തന്നെയായി. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. സാറിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നിപ്പം മന്ത്രിയെ സാറ് ഇവിടെ വാർഡിൽ കൊണ്ടുവന്ന് പ്രവർത്തനങ്ങളൊക്കെ തുടക്കം തന്നെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങി. ഇനി കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഒരു പരിപാടിക്ക് വിളിച്ചു, അപ്പോൾ ചെല്ലാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പോണം.
ഇനി പോലെ ഇനി പോകണ്ട. ഈ ബാബു ജോണിനൊപ്പം ഒരു സായാഹ്നം എന്നൊരു പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബു ജോൺ സാർ എങ്ങനെ നിന്ന് വരുമോ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. കാരണം 10-12 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സതീശന് എത്രത്തോളം റിസ്ക് എടുക്കേണ്ടി വന്നു കാണും, എത്രത്തോളം അദ്ദേഹത്തെ നിർബന്ധിച്ച് കാണുമെന്നൊക്കെ ഞാൻ ആലോചിച്ചു. കാരണം ഒരിക്കലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ബാബു ജോൺ എന്നുള്ളത് എന്നേക്കാൾ മുന്നേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഒരു വ്യാഴവട്ടക്കാലം മുമ്പാണ്. അത് വഴിയൊരുക്കിയത് പറക്കോട് പ്രതാപേന്ദ്രൻ യശസ്വരീനായ അടൂരിൻ്റെ കവി. അപ്പം അന്ന് ഞാൻ വളരെ കൗതുകത്തോടെ ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിച്ചിരുന്നു, ആലോചിക്കുന്നതാണ് ഈ കവിതയുടെ ഒരു സമയം. ഈ നീലവാനത്തിനപ്പുറം ഇനിയുമുണ്ടുപോൽ സൗരയൂഥം, ഈ നീലവാനത്തിനപ്പുറം ഇനിയുമുണ്ടുപോൽ സൗരയൂഥം, അവിടെയുണ്ടുപോൽ ധർത്തിയെ പോലെ മധ്യഗ്രഹം, മർത്യരിൽ നീയുണ്ട് ഞാനുണ്ട്, നാം ഏതു ഭാഷയിൽ സംവദിച്ചിടാം അവിടെയും. ഈ നീലവാനത്തിനപ്പുറം ഇനിയുമുണ്ടാം ഒരു സൗരയൂഥം, അവിടെയുണ്ടുപോൽ ധർത്തിയെ പോലെ മധ്യഗ്രഹം, മധ്യരിൽ നീയുണ്ട് ഞാനുണ്ട്, നാം ഏതു ഭാഷയിൽ സംവദിച്ചിടാം അവിടെയും. അവിടെയുണ്ടാകുമോ പുഴകളെ പോലെ അമ്മമാർ, കാലമൊഴുകുമോ അവരിലൂടെ അവിടെയും. അവിടെയുണ്ടാകുമോ പുഴകളെ പോലെ അമ്മമാർ, കാലം ഒഴുകുമോ അവരിലൂടെ അവിടെയും. കടലിലുണ്ടാകുമോ കണ്ണുനീരിന്റെ ലവണ ദുഃഖങ്ങൾ, കരയിലുണ്ടാകുമോ വേർപ്പിന്റെ ചൂരും ചുവപ്പും. ശോകബീജങ്ങളിൽ നിന്നവിടെയും കാലം ആദികാവ്യമായി പിറന്നിരിക്കുമോ. ശോകബീജങ്ങളിൽ നിന്നവിടെയും കാലമാദികാവ്യമായി പിറന്നിരിക്കുമോ. നമസ്കാരം, എൻ്റെ പേര് സുജിത എന്നാണ്. വീട് ആദിക്കാട്ടുകുളങ്ങര എന്ന് പറയും, ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ ഇതുപോലെ ഇത്തരത്തിലൊരു പോസ്റ്റ് ബാബു ജോൺ സാറിൻ്റെ കൂടെ ഒപ്പം ഒരു സായാഹ്നം അത് കണ്ടിട്ട് ഗോപൻ സാറിനെ വിളിച്ചപ്പം സാറ് പറഞ്ഞു ഇന്നപോലെ അവിടെ ഒരു പ്രോഗ്രാമുണ്ട്. അപ്പം ഞാൻ സാറിൻ്റെ ഒരു ആരാധികയാണ്. സത്യം പറഞ്ഞാൽ അതെ, ബാബു ജോൺ സാറിൻ്റെ ഒരു ആരാധികയാണ്. അതായത് ഒരു 2 വർഷം മുമ്പ് അടൂർ ഒരു പുസ്തകമേളയിൽ നമ്മുടെ സുമാ നരേന്ദ്ര, പുള്ളി എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ എൻ്റെ പുസ്തകം, ഞാനൊരു പുസ്തകം, ഒരു കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട്. മാലാഖയുടെ സങ്കടങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ പുസ്തകമേളയിൽ, അടൂർ പുസ്തകമേളയിൽ അതിൻ്റെ പുസ്തകം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സുമയോട് പറഞ്ഞപ്പോൾ സുമ പറഞ്ഞു ബാബു ജോൺ സാറിനെയാണ്, സാറാണ് അതിൻ്റെ സംഘാടകൻ, അപ്പം പുള്ളിയോട് ബന്ധപ്പെട്ടാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സുമയോട് പറഞ്ഞു സുമ ഒന്ന് ചോദിക്ക്, സാറിൻ്റെ നമ്പർ സുമ എനിക്ക് തന്നു. അപ്പം ഞാൻ കരുതി ഇങ്ങനെ പുസ്തകങ്ങളെല്ലാം അവിടെ ആയി, ഇനിയിപ്പം നമ്മുടെ പുസ്തകമൊന്നും വെക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാറ് വളരെ കൂളായിട്ട് പറയണം അതിനെന്താണ് പുസ്തകം കൊണ്ടുപോരുമെന്ന്. അത് വളരെ ഒരു സന്തോഷം തരുന്ന ഒരു വാർത്തയായിപ്പോയി എനിക്ക്. അപ്പം സാറിനെ എനിക്ക് നേരിട്ടൊന്ന് പരിചയമില്ല. അപ്പം ബാബു ജോൺ സാറെന്ന് കേട്ടപ്പോൾ മനസ്സിനകത്ത് വേറൊരു ചിത്രം ആയിരുന്നു മനസ്സിൽ. ഞാൻ പുസ്തകവുമായിട്ട് അടൂർ രാവിലെ ചെന്നപ്പോൾ ഒരാൾ ആ കസേരയിൽ ഇരിപ്പുണ്ട്, നല്ല ഐശ്വര്യമായിട്ടുള്ള മുഖമായിട്ട് ഒരു ആൾ. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് സുമയെ വിളിച്ചു, സുമേ നല്ലൊരു ഐശ്വര്യമായിട്ടുള്ളൊരു ഒരാളവിടെ ഇരിപ്പുണ്ട്, പുള്ളിയാണോ ബാബു ജോൺ സാറ്? അപ്പോൾ സുമ പറഞ്ഞു അത് തന്നെയാണ് സാറ്. അപ്പോൾ സാറിനെ ആദ്യത്തെ ആ കാഴ്ചയിൽ എനിക്ക് തന്നെ സാറിനെ എൻ്റെ മനസ്സിലോട്ട് സാറങ്ങ് കയറിയെന്ന് പറയാം സത്യത്തിൽ. സാറിനെ ഇന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സത്യത്തിൽ വന്നത് കേട്ടോ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും സാറിനോട് എനിക്ക് ആരാധനയാണ്.
കൂടി വരുന്നേ ഉള്ളൂ, മാറുന്നില്ല. പിന്നെ സാറിൻ്റെ അന്നത്തെ പ്രോഗ്രാമിലെ മൊത്തം പ്രസംഗങ്ങളും ഞാൻ അന്ന് കേട്ടു. അപ്പോൾ കൂടുതൽ മനസ്സിലേക്ക് സാറ് കയറി. എൻ്റെ സാറ് ഇലക്ഷന് നിൽക്കുന്നെന്ന് അറിഞ്ഞു. പിന്നെ സാറിൻ്റെ ഡോക്യുമെൻ്ററി, മറ്റേ ഷോർട്ട് ഫിലിം, അത് അടൂരിലെ മേളയിൽ കണ്ടായിരുന്നു. ഇത് ഫിലിം ഫെസ്റ്റിവലിൽ അന്ന് ഡോക്യുമെൻ്ററി സാറിൻ്റെ അഭിനയമൊക്കെ കണ്ടു. സാറ് വളരെ നല്ലൊരു അഭിനേതാവാണെന്ന് എനിക്ക് മനസ്സിലായി അന്നത്തെ അഭിനയം കൊണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ ഇപ്പോഴത്തെ ഈ സാറ് ഈ രാഷ്ട്രീയത്തിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഇപ്പോൾ ഈ ഇലക്ഷന് ചെന്നപ്പോഴാണ് രാഷ്ട്രീയത്തിൽ എന്താണ്. പക്ഷേ സാറിൻ്റെ മനസ്സ് ഈ വീടിനെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സാറിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ വീടിൻ്റെ ചിത്രമാണ് അവരെനിക്ക് പകർന്നു തന്നത്. അപ്പോഴാ വീട് കാണണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പം സാർ അങ്ങനെ എന്നെ ഇവിടെ വന്നു ഇപ്പം വീട് കാണാനായിട്ട് സാർ അനുവദിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഗോപൻ സാറിന് ഒട്ടും സമയമില്ല എന്നെ ഇപ്പോൾ ഇവിടം വരെ കൊണ്ടുവന്ന് വീട് കാണിക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച ദിവസമാണെന്ന്. എനിക്ക് വീടും കാണാൻ പറ്റി, സാറിനെ കാണാൻ പറ്റി. അപ്പോൾ ഇത്രയധികം നമ്മളെല്ലാം പ്രകൃതി സ്നേഹികളാണ് സത്യം തന്നെ. പക്ഷേ എങ്കിലും നമ്മുടെ വീട് ഇതുപോലെ നമ്മൾ കാടാക്കി, നിങ്ങളെല്ലാവരുടെയും വീട് എനിക്കറിയില്ല, എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ പ്രകൃതി സ്നേഹിയാണ്. പ്രകൃതി, മരങ്ങളെല്ലാം എനിക്കിഷ്ടം തന്നെ. എൻ്റെ കവിതകളിലെല്ലാം പ്രകൃതിയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ആ പ്രകൃതിയിലേക്ക് ഇറങ്ങി അതാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ആ കവാടം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. സാറിൻ്റെ ജീവിതം പോലെ സാർ ആ പ്രകൃതിയിലേക്ക് ഇറങ്ങി അത്രയും ശുദ്ധനായിട്ട്. അയ്യോ, നമുക്ക് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇത് പുകയ്ക്കുന്നതെന്ന് തോന്നുന്നു. കൊതുകിനെയും സാറിന് ഇഷ്ടമായിരിക്കും. അത്രയും നല്ല ഒരു AC റൂമിലിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് സത്യത്തിൽ കേട്ടോ. നല്ല അന്തരീക്ഷം. അപ്പം ഇത്രയും നല്ല അന്തരീക്ഷത്തിൽ ഇത്രയും ശുദ്ധനായിട്ടുള്ള സാറിനെ സത്യം പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ ഭാഗ്യമാണ് സാറിൻ്റെ സേവനം അനുഭവിക്കാൻ കഴിയുന്നത്. സാറിന് ഇത്രയും വിജയം കിട്ടിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സാറിനെ അടുത്തറിയുന്നവർക്കറിയാം സാറിൻ്റെ വ്യക്തിത്വം. അപ്പോൾ എനിക്ക് സാറിനെ ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവർക്കും അടുത്തറിയാവുന്നതിൽ എനിക്കറിയില്ല. പക്ഷേ അറിഞ്ഞിടത്തോളം ഞാൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സാറിൻ്റെ മനസ്സിലായി. സാറിൻ്റെ പ്രവർത്തന മേഖല, സാറിൻ്റെ നന്മ എല്ലാം മനസ്സിലായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇനിയും തുടർന്ന് അങ്ങോട്ട് ഒരുപാട് കാലം നമ്മളോടൊപ്പം ബാബുജോൺ സാറ് അങ്ങോട്ട് മുംബൈയിൽ മറ്റേ സാറ് പറഞ്ഞ പോലെ ബാബുജോൺ സാറ് നീണാൽ വാഴട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെന്താണ്, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ അടുത്തിടെ എഴുതിയ മണ്ണിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിരുന്ന് ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ മണ്ണിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ മണ്ണിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർ മറന്നു പോയവരുണ്ട്, അവരുടെ മനസ്സുകളുണ്ട്. പിന്നെ മണ്ണിൽ ഒരുപാട് നമ്മളെല്ലാം മണ്ണിൽ മറഞ്ഞു പോയെന്നോലല്ലേ, മറഞ്ഞു പോയിട്ടുള്ളവരുണ്ട്, മണ്ണിൽ ഉള്ളവരുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓർത്തപ്പോൾ മണ്ണിനെക്കുറിച്ച് ഞാൻ അങ്ങനെ എഴുതി. അപ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മ വരുന്ന കുറച്ച് വരികൾ പറയാം. ഇത് കലാകുമുദി പ്രസിദ്ധീകരിച്ചൊരു കവിതയാണ്. മണ്ണിൻ്റെ മൗനത്തിലേക്കാഴ്ന്നിറങ്ങിയ വിഹ്വല ചിത്രങ്ങൾ, മണ്ണിൻ്റെ മൗനത്തിലേക്കാഴ്ന്നിറങ്ങിയ വിഹ്വല പാശങ്ങളുടെ നേർക്കാഴ്ചകൾ, പ്രണയത്തിൻ ഇനിപ്പലിഞ്ഞ ഹൃദയവും വിരഹാഗ്നിയും, പ്രണയത്തിൻ ഇനിപ്പലിഞ്ഞ ഹൃദയവും വിരഹാഗ്നിയും, വേർപാടിൻ ബാക്കിപത്രം, അനാഥ ജന്മത്തിൻ വിഴുപ്പുഭാണ്ഡം, അകലേക്കെറിഞ്ഞകന്നൊരു മാതാവിൻ നെടുവീർപ്പ്, അനാഥ ജന്മത്തിൻ വിഴുപ്പുഭാണ്ഡം, അകലേക്കെറിഞ്ഞകന്നൊരു മാതാവിൻ നെടുവീർപ്പ്, ആദ്യരോദനത്തിൽ അവസാനിച്ചു ായിരുന്നു അതിൻ്റെ ഒരു സുഖം. നമ്മുടെ ഉള്ളിൽ നിന്ന് പറയാൻ പറ്റില്ല, അതിനായിരിക്കും എല്ലാവർക്കും അതൊരു സന്തോഷം. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവരും പങ്കെടുക്കണം. എന്തായാലും നമ്മുടെ രാജേന്ദ്രൻ സാറാണ് ഇനി ക്ഷണിതാവ്.